ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സനാൻസ് വേൾഡ്. ഇന്ന് രാവിലെ ചുമ്മാ തൊടിയിലൂടെ ഇങ്ങനെ നടന്നപ്പോഴേ നമ്മുടെ മുരിങ്ങ അങ്ങനെ പൂത്ത് നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഐഡിയ തോന്നി, മുരിങ്ങാപ്പൂ എടുത്തിട്ട് തോരൻ വെച്ചാലോ എന്ന്. ഒട്ടും താമസിക്കാതെ തന്നെ മുരിങ്ങയിലെ പൂവുകളെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലതുപോലെ വാഷ് ചെയ്തെടുത്ത് തോരൻ വയ്ക്കാം. തോരനക്ക് ആവശ്യമായിട്ട് വേണ്ടത് സവാള വേണം, പിന്നെ പൊടികൾ വേണം, കറിവേപ്പില വേണം. തുടങ്ങാം. ആദ്യം ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് കടുകിട്ട് നല്ലതുപോലെ പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം തോരനെല്ലാം വയ്ക്കുമ്പോഴാണെങ്കിലും ഏറ്റവും ടേസ്റ്റി വെളിച്ചെണ്ണയാണ്. ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് സവാള ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഓപ്ഷനല്ല, ഓരോരുത്തർ പല രീതിക്കായിരിക്കും ചെയ്യുന്നത്, അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇനി കുറച്ച് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. ആ പൊടിയുടെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. അതിനുശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അതും നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ആ പച്ചപ്പൊന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ വാഷ് ചെയ്ത് വച്ചിട്ടുള്ള മുരിങ്ങയുടെ പൂവ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് മുരിങ്ങയുടെ പൂവ് ചേർത്തു. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലയൊക്കെ പൂവിൻ്റെ എല്ലാ സ്ഥലത്തും ചെല്ലാൻ പാകത്തിന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിനെ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഒട്ടും വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട. ഒരു പാത്രം വച്ചിട്ട് മൂടി വച്ച് കുറച്ച് നേരം വേവിച്ചെടുത്താൽ മതിയാവും. വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ആ പൂവിൻ്റെ അകത്തുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ അംശമൊക്കെ അതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിതിലേക്കൊരു മുട്ട കുത്തി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. താറാവ് മുട്ടയാണ് യൂസ് ചെയ്തത്. അങ്ങനെ നമ്മുടെ മുരിങ്ങപ്പൂവും മുട്ടയുമുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. Thank you for watching.